ഇത്രയും ഹൈറ്റിലുള്ള സൂര്യകാന്തി ചെടി ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഒരു ഡ്രൈവ് പോയിട്ട് വന്നാലാ? വാ. ഓ, ഹലോ, നമസ്കാരം. എല്ലാവർക്കും 777 ജാക്സൂസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സിറ്റിയിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂറിൽ ട്രാവൽ ചെയ്താൽ ഇവിടെ എത്താം. പൊതുവേ ഡെസേർട്ട് ഏരിയ എന്നൊക്കെ പറയപ്പെട്ടിരുന്ന ഒരു സ്ഥലം. പൊള്ളുന്ന വെയിലേറ്റ് മുറിഞ്ഞു കിടക്കുന്ന മണലാരണ്യം മാത്രമല്ല, തണുപ്പ് കാലമാകുമ്പോൾ ഈ ഒരിടം മാറി മറിയും. ഇതുപോലെ അറേബ്യൻ സംസ്കാരത്തിൽ പണ്ട് മുതലേ യാത്രകളിൽ ആതിഥേയരെ വരവേറ്റിരുന്നത് ഇതുപോലെയുള്ള താൽക്കാലിക കൂടാരങ്ങളിലായിരുന്നു. ദിവസങ്ങളോളം എടുക്കുന്ന മരുഭൂമി യാത്രയിലൊക്കെ തണലായിരുന്നതും ഈ കൂടാരങ്ങൾ തന്നെ. വർഷം കഴിയുന്തോറും ഈ കൂടാരക്കാഴ്ചകൾ കൂടിക്കൂടിയ വരുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കുവൈറ്റിൻ്റെ നോർത്തേൺ ബോർഡറിലേക്കാണ്. ഇറാൻ ഇറാഖ് ബോർഡറുകളിലേക്കാണ് വെച്ച് പിടിക്കുന്നത്. ഈ രാജ്യത്തെ ടൂറിസ്റ്റ് അട്രാക്ഷനുകളിൽ ഒന്നായിട്ടുള്ള അബ്ദലി എന്ന പ്രദേശത്തേക്കാണ് ഈ യാത്ര. അബ്ദലിയിൽ കുറേയധികം ഫാമുകളുണ്ട്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സദീർ ഫാമിലേക്കാണ്. ഇവിടുത്തെ ഫാം മാർക്കറ്റ്. ഇവിടെ ഉണ്ടായിട്ടുള്ള കുറേയധികം പച്ചക്കറികൾ, കുറേയധികം പ്രൊഡക്ട്സ് ഉണ്ട് ഇവരുടെ തന്നെ. അതൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു സ്റ്റോളാണ്. ഏതൊരു മരുഭൂമിയും മനസ്സ് വെച്ചാൽ തളിർക്കും എന്നതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കൊച്ചു കേരളം തന്നെയാണ് ഇവിടെ ഓരോ ഫാമുകളും. വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ വളർന്നു വന്നിട്ടുള്ള ഫാമുകളിൽ ഒന്നാണിത്. അബ്ദലിയിലേക്കൊക്കെ പോകുമ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഫാമുകൾ കാണാം. അൽബുഹൈറ ഫാം, സഹറ ഫാം, ഈ അബ്ദലി ഫാം, സദീർ ഫാം, ഇങ്ങനെ കുറേ ഫാമുകളിലൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ കണ്ടപ്പോൾ അതൊക്കെ അടച്ചു കിടക്കുകയായിരുന്നു. അൽബുഹൈറ ഫാം ആണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഫാമാണ്. ആ ഒരു ഫാമിനെ കുറിച്ച് മാത്രമായിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓരോ ഫാമിലെയും കാഴ്ചകളും സൗകര്യങ്ങളും എല്ലാം വ്യത്യാസമുണ്ട്. അതൊന്നും അറിയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇതേ കണ്ടില്ലേ, ഈ ഡ്രംസൊക്കെ വെച്ച് എത്ര മനോഹരമായിട്ടാണ് ഇവർ ഈ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇവിടെ മാത്രമല്ല കേട്ടോ പ്ലാൻ. ഇവിടെ വന്നു, ഇവിടുത്തെ പുതിയ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കി വയ്ക്കാം. ഇനി അടുത്ത ഫാമുകളിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. മെയിനായിട്ടും ഇനി ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ കൃഷിയിടങ്ങളാണ്. മറ്റ് കൃഷികളോടൊപ്പം ഇവിടെ ഈന്തപ്പന കൃഷിയും ഉണ്ട് കേട്ടോ. സാധാരണയായിട്ട് ഈ വശത്തോടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കാണാം ഈന്തപ്പന തോട്ടങ്ങൾ. ഈന്തപ്പഴത്തിന് മാത്രമായിട്ട് തന്നെ കുറേയധികം സ്വകാര്യ ഫാമുകളിവിടെ ഉണ്ട്. കൃഷികളിൽ മെയിനായിട്ടും ഉള്ളത് ചോളമാണ്. കരിമ്പ്, ചോളം, കോളിഫ്ലവർ, ബ്രൊക്കോളി, ബീട്രൂട്ട്, ഇതൊക്കെയാണ് മെയിനായിട്ടും എല്ലാ ഫാമുകളിലും കാണുന്ന ഒരു കൃഷി. വീക്കെൻഡിലൊരു ഔട്ടിങ്, ഒരു റിലാക്സേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലിയോടൊത്തൊക്കെ വന്നൊന്ന് കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഫാമും. ഫാം വിസിറ്റ് ചെയ്യുന്നവർക്കായിട്ട് പാർട്ടികളൊക്കെ നടത്താനുള്ള ചെറിയൊരു ഖൈമ സെറ്റപ്പൊക്കെ ഉണ്ട്. ഒരു ഔട്ട്ഡോർ പാർട്ടിക്കൊക്കെ വളരെ അനുയോജ്യമായിരിക്കും. ഇത് ഇവിടുത്തെ ഫ്ലവർ വേസ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്തതാ. നമ്മുടെ നാട്ടില് ഭരണിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വിരിക്കാനുള്ള പ്രയർ മാറ്റ്, ചെറിയൊരു കൈമ സെറ്റപ്പ്, ഇടയ്ക്കൊന്ന് വന്ന് റെസ്റ്റ് എടുക്കാൻ. സ്പിനാച്ച്, ഇത് ലീവ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെ അറബ്സ് ആണെങ്കിൽ കൂടുതലും ഈ ലീവ്സ് ആയിരിക്കും അവരുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാന വിഭവം എന്ന് പറയുന്നത്.
അപ്പൊ അതിലുള്ളൊരു വെറൈറ്റിയാണ് ന്യൂസിലാൻഡ് സ്പിനാഷ്. കോളിഫ്ലവർ യെല്ലോ കോളിഫ്ലവറിന്റെ ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഫാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കാണുന്നില്ല കോളിഫ്ലവർ. കുറച്ച് ഭാഗത്തായിട്ട് ബ്രൊക്കോളിയും കൃഷി ചെയ്യുന്നുണ്ട്. മറ്റു ഫാമുകളെ അപേക്ഷിച്ച് ഇവിടെ ഇത്തിരി കുറവാണെങ്കിലും എല്ലാത്തരം കൃഷികളും വ്യാപകമായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട്. റോമൻസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. കാണാൻ നല്ല ലുക്കാണ് റൊമൻസ്കോയ്ക്ക്, പക്ഷെ ഇവിടെ ഉണ്ടായി നിൽക്കുന്നത് കാണാനില്ല. കോളിഫ്ലവറിൻ്റെ ബ്രൊക്കോളിയുടെ ഒക്കെ ഫാമിലിയിൽ പെട്ടതാണ്. പല രീതിയിലുള്ള കൃഷി രീതികളും ഇടയ്ക്കുള്ള ടെന്റുകളും ആൾക്കാർക്ക് നടക്കുന്നതിനിടയിൽ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒരു ഫാമാണ്. നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഈന്തപ്പന തോട്ടമുണ്ടെന്ന്, ഒരേ ഹൈറ്റിലാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഈന്തപ്പഴങ്ങൾ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു ഈന്തപ്പന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പരുവത്തിൽ കാണുന്നത് വളരെ റെയർ ആയിരിക്കും. അതും ഈ കളറിൽ അതിന്റെ ചെറുപ്പം തൊട്ട് നമ്മൾ കാണണമെങ്കിൽ ഇത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. ആ കളർ കോമ്പിനേഷൻ തന്നെ നല്ല അടിപൊളിയാണ്. ഈ ഡേറ്റ്സ് ആണ് ഇനി വലുതായിട്ട് നമുക്ക് കഴിക്കാൻ പാകമായിട്ടുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. ഈ ഒരു ഫാമിൽ കുറച്ച് അകലെയായിട്ട് കുറേ കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാം വിളവെടുപ്പ് അങ്ങോട്ട് വരുന്നുള്ളൂ, കൂടുതലായിട്ടില്ല. ഇവിടെ ബഗ്ഗി റെഡിയാണ്. കുറേ സീറ്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ബഗ്ഗി നമ്മളെ യാത്രക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിരാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറച്ച് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അവർ പെർ പേഴ്സണ് ചോദിച്ച റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റൈഡൊന്നും പോയില്ല. അടുത്ത ഫാമിൽ പോകുമ്പോൾ പോവാലോ. ഇനി നമ്മൾ അധികം വൈകാതെ അടുത്ത സ്ഥലത്തേക്ക്, സഹറ ഫാംസ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ നല്ല കളർഫുൾ ആണ്. എൻട്രൻസിൻ്റെ സൈഡിലായിട്ട് ഇതേ കുറേ സൺഫ്ലവർ ചെടികളുണ്ട്. ഭീമാകാരമായിട്ടുള്ള ചെടികളാണ്. ഹണി ബീസ് കുറേ ഇരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു തേനാണെന്ന്. പക്ഷേ പറ്റിച്ചു ഗൈസ്, വാക്സ് ആണ് കേട്ടോ. ഭയങ്കര പശയാണേ. ഒരു സൂര്യകാന്തി ചെടി വീണ് കിടക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഹൈറ്റ് ആണ്. നമ്മുടെ നാട്ടിലെ മുളയൊക്കെ ഇല്ലേ, മുള, അത്രയും ഹൈറ്റിൽ പോയിട്ടുണ്ട്. നല്ല ഹെവിയാണ് ഇതിന്റെ തണ്ട്. നമ്മുടെ നാട്ടില് ഇത്രയും ഹൈറ്റിൽ കണ്ടിട്ടില്ല. അപ്പൊ കാല് വെച്ച് തൊഴ. വേറെ കളറാണിത്. പിന്നെ പഴുത്തുണ്ടാന്ന് അവിടെ പഴുത്താനുള്ള ടേസ്റ്റാ. അതിനെ കുറിച്ച് നമ്മുടെ ജെയിംസ് അച്ചായൻ പറയുന്നതായിരിക്കും. ഇത് എന്ത് ചെടിയാണ്? മുന്തിരി പോലെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കളറ് ശരിക്കും മുന്തിരി പോലെ തന്നെയാണ് കാണുന്നത്. ഇതിന്റെ തണ്ട് ഇച്ചിരി കട്ടിയുള്ളതാണ്. ഒലീവ്സിന്റെ ഒക്കെ ഒരു ഷേപ്പില് നിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് കായ്കളാണെങ്കിൽ ഈ ഒരു ബ്രാഞ്ചസിൽ നിറച്ച് കായ്കള് ഒരുമിച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. ബ്ലാക്ക് ഒലീവ് പോലെ കണ്ടില്ലേ, എന്ത് ഭംഗിയാ കാണാൻ. ഓക്കെ, ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും എന്നാണ് പറയണേ. ഇതിപ്പോ ഒരു ഏകദേശം റൈപ്പനായിട്ട് വരുന്നുള്ളൂ, ശരിക്കും ആയിട്ടില്ല. ഈ ഒരു ഏരിയ മൊത്തം ഈ ഒരു ഫ്രൂട്ടിന്റെ ചെടികളാണ് കേട്ടോ. അധികം ഉയരത്തിലൊന്നും പോകാത്തതുകൊണ്ട് തന്നെ ഇതിലുള്ള കായ്കൾ പറിക്കാൻ വളരെ എളുപ്പമാണ്. അതൊരു ഏരിയ മുഴുവൻ തന്നെ അവർ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ചെറിയ ഒരു കുരു ഉണ്ട്. പക്ഷെ ഇത്രയും ഫ്രൂട്ട്സ് കാണുമ്പോ തന്നെ ഒരു സന്തോഷം. കണ്ട 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 നിറച്ച് ഗ്രീൻ ഒരു സൈഡില്, ഈ സൈഡില് മെറൂണാ. അപ്പൊ ഇതാണ് ബെയർ ആപ്പിൾ.
ഇതിലൊക്കെ നിറച്ച് കിളികളുണ്ട്. നിറയെ ഫ്രൂട്ട്സ് ഉള്ള ഒരു മരം ആയതുകൊണ്ടായിരിക്കണം നിറച്ച് കിളികളുണ്ട്. അപ്പൊ ഇത് പഴുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ? ഫ്രൂട്ട്സിനേക്കാളും കൂടുതൽ കിളികൾ വരും. അത് ഗ്രീൻ കളർ അല്ലേ? അതെങ്ങനെയുണ്ട്, കഴിച്ചു നോക്കിയേ. ആ, മധുരണ്ടാ? നേരാപ്പിൾ എന്ന് പറയുന്നത് അതാണ് ശരിക്കും. ഇതുണ്ട്, രണ്ടും ഉണ്ട്, രണ്ട് കളറിലുണ്ട്. ഇത് നമുക്ക് കോമൺലി കിട്ടുന്നൊരു ഐറ്റം. നേരാപ്പിൾ ഗ്രീൻ ഗ്രീൻ കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം. എടാ അതിന്റെ പരിപ്പ് ഇളക്കുവാടാ നിങ്ങള്? ടൂറിസ്റ്റുകളാൽ അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു ഫാമാണിത്. വരുമ്പോ തന്നെ കണ്ടില്ലേ മൾട്ടി കളർ ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ. നല്ല രസമുണ്ടല്ലേ കാണാൻ? ഈ മൾട്ടി കളർ അങ്ങനെ കണ്ടിട്ടില്ല. ട്രെയിൻ റണ്ണിങ് ആണോ? ട്രെയിൻ വരുന്നുണ്ടാ, ബട്ട് ഇറ്റ്സ് ഫുൾ. ഇത് പൂപ്പരുത്തിയാണെന്ന് പണ്ടത്തെ നമ്മളുടെ നാട്ടില് വേലിപ്പത്തലായിട്ട് ഉപയോഗിച്ചിരുന്ന മരമാണിത്, പൂപ്പരുത്തി. അതിന്റെ ഒരു മുട്ടാണത്. പൂ കാണാനില്ല. പൂപ്പരുത്തി മുട്ടുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പൂവ് അപ്പൊ ഉടനെ തന്നെ ഉണ്ടാവും. ജഹറ ഫാമിലി പ്രത്യേകതകളിൽ ഒന്നാണ് കേട്ടോ ഈ ട്രെയിൻ സർവീസ്. കുട്ടികൾക്കൊക്കെ ഇത് നമ്മുടെ ചൂച്ചു ട്രെയിൻ. പല ഫാമുകളിലും എൻട്രി ഫ്രീ ആയിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ തവണയ്ക്ക് ഇവിടെ വന്നപ്പോൾ എൻട്രി ഫ്രീ തന്നെയായിരുന്നു കേട്ടോ. ഇത്തവണ അവരൊരു ചാർജ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെർ പേഴ്സൺ 2 KD. അപ്പോൾ ലഭിക്കുന്ന എൻട്രി ടിക്കറ്റ് നമുക്ക് ഈ ട്രെയിൻ യാത്രയിൽ ഉപയോഗിക്കാം. പിന്നെ ഇവിടെയൊക്കെ നടന്ന് കാണുന്നത് തന്നെയാണ് ഉത്തമം എന്ന് പറയുന്നത്. പിന്നെ ഒരു ട്രെയിനിലൂടെയൊക്കെ പോകുമ്പോൾ അവിടെ ഓവറോൾ ഒരു വ്യൂ കിട്ടും. എല്ലാ ഫാമുകളിലും ഉള്ള പോലെ തന്നെ കുറച്ച് പച്ചക്കറികളും പൂക്കളും ഒക്കെ കൃഷി ചെയ്യാൻ മാത്രമല്ല കുറച്ച് വളർത്തുമൃഗങ്ങളും കൂടി ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം നമ്മുടെ ഡീഴ്സ്. ഇത് സ്ട്രോബെറിക്ക് മാത്രമായിട്ടുള്ള ഒരു കടയാണ് കേട്ടോ.
ഭയങ്കര നല്ല ഭംഗിയായിട്ട് സ്ട്രോബെറീസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചധികം നടക്കാനുണ്ട്. ഈ വഴി കണ്ടില്ലേ, നിറച്ച് സീറോ ബൾബ് പോലെയുള്ള വലിയ ബൾബുകളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് രാത്രിയിലൊക്കെ ഇതുവഴി നടക്കുമ്പോൾ ഒരു നല്ല ഫീലാണ്. ഇരുവശങ്ങളിലായിട്ടും ഫുഡ് കോർട്ടുകളാണ്. പലതരം സ്വീറ്റ്സ്, സ്നാക്സ്, ഗാവ, ഐസ്ക്രീം, പലതരം ടീ, ചോക്ലേറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും ഈ ഒരു ഫുഡ് കോർട്ടിൽ നമുക്ക് വാങ്ങിച്ചു കഴിക്കാം. ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ ബാക്കിയിരിപ്പുണ്ട്. ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ വഴിക്ക് വരുന്നവരെല്ലാം തന്നെ ഇവിടെ കയറി ഒന്ന് ടേസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് 777 ജാക്ക് ജോൺസ്.